ക്യാമ്പസ് അക്കാഡമി 9th സ്റ്റാൻഡേർഡ് ജോഗ്രഫി യൂണിറ്റ് ഫസ്റ്റ് ഓൺ ദ റൂഫ് ഓഫ് ദ വേൾഡ് ലോകത്തിന് നെറുകയിൽ എന്ന പാഠഭാഗത്തിൻ്റെ 5ാമത്തേതും അവസാനത്തേതുമായ പാട്ടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായി നമ്മൾ ഹിമാലയൻ കാലാവസ്ഥയെക്കുറിച്ചും നദീവ്യൂഹത്തെക്കുറിച്ചുമാണ് പഠനവിധേയമാക്കിയത്. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഹിമാലയൻ മണ്ണിനങ്ങളെക്കുറിച്ചാണ്. ഹിമാലയൻ സോയിൽ. Mountain soil and forest soil are commonly seen in the Himalayan terrain. Fine grained soil with high humus content are seen in the valleys. Alluvial deposition is mainly seen in the valleys. Karewas is the glacial sediment deposit in the Kashmir Valley. This is humus rich fine soil is ideal for saffron cultivation. ഹിമാലയൻ മണ്ണിനങ്ങളെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്തത്. ഹിമാലയ പർവ്വതപ്രദേശത്ത് പൊതുവായി പർവ്വതമണ്ണും വനമണ്ണുമാണ് കാണപ്പെടുന്നത്. രണ്ട് തരം മണ്ണിനങ്ങളാണ്. ഒന്ന് പർവ്വതമണ്ണാണ്, മറ്റൊന്ന് വനമണ്ണാണ്. ഹിമാലയൻ താഴ്വരകളിലേക്ക് വരികയാണെങ്കിൽ അവിടെ തരികളോട് കൂടിയതും ജൈവാംശം കൂടുതലുള്ളതുമായിട്ടുള്ള മണ്ണ് കാണപ്പെടുന്നുണ്ട്. താഴ്വരകളിൽ എക്കം മണ്ണിൻ്റെ നിക്ഷേപമാണ് പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. കാശ്മീർ താഴ്വരയിൽ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങളാണ് കരേവാസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. നേർത്ത മണലും ജൈവാംശം നിറഞ്ഞതുമായ ഈ മണ്ണാണ്, കരേവാസ് എന്ന മണ്ണാണ് സാധാരണഗതിയിൽ കാശ്മീരിലും മറ്റും കുങ്കുമപ്പൂ കൃഷിക്ക് ഉപയോഗപ്പെടുന്നത്. അടുത്തത് നമുക്കിടയിൽ പഠിക്കാനുള്ളത് നാച്ചുറൽ വെജിറ്റേഷൻസ്, സസ്യജാലങ്ങളെക്കുറിച്ചാണ്. അതിലാദ്യമായിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ പരിശോധിക്കാം. ഫാക്ടേഴ്സ് വിച്ച് ലീഡ് ടു റീജിയണൽ വേരിയേഷൻസ് ഇൻ ദ നാച്ചുറൽ വെജിറ്റേഷൻസ് ഇൻ ദ ഹിമാലയൻ ടെറൈൻ. ആൻസർ: എലിവേഷൻ, ടോപ്പോഗ്രാഫി, സോയിൽ ടൈപ്പ് ആൻഡ് ക്ലൈമാറ്റ്. ഹിമാലയ നിരകളിലെ സസ്യജാലങ്ങളിൽ പ്രാദേശിക വ്യത്യാസങ്ങൾ സൃഷ്ടിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ ചോദിച്ചത്. ഇതിൻ്റെ ഉത്തരമാണ് നമ്മളിപ്പം പറഞ്ഞത്. എലിവേഷൻ, ടോപ്പോഗ്രാഫി, സോയിൽ ടൈപ്പ് ആൻഡ് ക്ലൈമാറ്റ്. ഉയരം, ഭൂപ്രകൃതി, മണ്ണിനം, കാലാവസ്ഥ തുടങ്ങിയവയാണ്. Tropical evergreen vegetation is found in the eastern Himalayas and the northeastern hills. Depending on the changes in the altitude, a spectrum of natural vegetation type of the cold climate such as tundra can be found here. Semi-evergreen and deciduous forest and in the valleys and the lower mountain slopes. Coniferous tree varieties such as pine and deodar grow more along the mountain slopes. ഹിമാലയത്തിലെ സസ്യജാലങ്ങളെക്കുറിച്ചിവിടെ പറഞ്ഞിരിക്കുന്നത്, നിത്യഹരിതവനങ്ങൾ കാണപ്പെടുന്നത് നിത്യഹരിതവനങ്ങൾ സാധാരണയിൽ കാണപ്പെടുന്നത് കിഴക്കൻ ഹിമാലയത്തിലും വടക്കു കിഴക്കൻ കുന്നുകളിലുമാണ്. ഉയരത്തിനനുസരിച്ച് നിത്യഹരിത വനങ്ങൾ മുതൽ ശൈത്യമേഖലാ സസ്യജാലങ്ങളായിട്ടുള്ള തുദ്ര വരെയുള്ള സസ്യജാലങ്ങളുടെ തുടർച്ച ഇവിടെ കാണപ്പെടുന്നുണ്ട്. താഴ്വരകളിലും ഉയരം കുറഞ്ഞ പർവ്വതച്ചെരുവുകളിലും അർദ്ധ നിത്യഹരിത വനങ്ങളും ഇലവൊഴിയും വനങ്ങളും കാണപ്പെടുന്നു. പൈൻ, ദേവദാരു തുടങ്ങിയ സ്തൂപികാഗ്ര വൃക്ഷങ്ങൾ പർവ്വതച്ചെരുവുകളിൽ കൂടുതലായിട്ട് വളരുന്നുമുണ്ട്. നെക്സ്റ്റ് ടോപ്പിക് വൈൽഡ് ലൈഫ്, വന്യജീവി സമ്പത്തിനെ കുറിച്ചാണ് അടുത്തായി പഠിക്കാനുള്ളത്. ഹിമാലയൻ റീജിയൻ ഈസ് ദ നാച്ചുറൽ ഹാബിറ്റേറ്റ് ഓഫ് സെവറൽ വൈൽഡ് ആനിമൽ ലൈക്ക് യാക്, മസ്ക് ഡീർ, സിംഗിൾ ഹോൺ റൈനോസസ് ആൻഡ് സ്നോ ലെപ്പേർഡ്. ബയോസ്ഫിയർ റിസർവ്സ്, national park and wildlife sanctuaries have been established for wildlife protection in the Himalayan terrain. ഹിമാലയത്തിലെ വന്യജീവി സമ്പത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ
സ്വാഭാവിക വനഭൂമി ധാരാളമുള്ള ഹിമാലയ പർവ്വത പ്രദേശം വന്യജീവി സമ്പന്നമാണ്. യാക്ക്, കസ്തൂരിമാൻ, ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗം, ഹിമപ്പുലി ഇവയുടെ ആവാസ കേന്ദ്രമാണിവിടം. ജൈവമണ്ഡല റിസർവുകൾ, ദേശീയോദ്യാനങ്ങൾ, വന്യജീവി സങ്കേതങ്ങൾ തുടങ്ങിയവയെല്ലാം വന്യജീവി സമ്പത്തിൻ്റെ സംരക്ഷണമാണ് ലക്ഷ്യം വയ്ക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക് അഗ്രികൾച്ചർ. ഹിമാലയത്തിലെ കാർഷിക പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് നമുക്കിവിടെ ചർച്ച ചെയ്യാനുള്ളത്. Agriculture is the sparse in the mountainous regions due to the limitations of its terrain. Elevation, steepness of slope, immature soil, low temperature, etc. are the adverse factors for agriculture. Crops like paddy, legumes, and potatoes during the rainy season and wheat and temperate fruit crop during the spring. It is a major crop along mountain slopes and valleys of eastern Himalayas. Eastern Himalayas, especially in the Assam and Darjeeling regions. കാർഷിക പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഭൂപരമായ പരിമിതികൾ കാരണം പർവ്വത പ്രദേശങ്ങളിൽ കൃഷി താരതമ്യേന കുറവാണ്. ഉയരം, ചെങ്കുത്തായ ചരിവ്, പാകമാകാത്ത മണ്ണ്, കുറഞ്ഞ താപനില തുടങ്ങിയവയാണ് പ്രതികൂല ഘടകങ്ങൾ. പർവ്വതച്ചരിവുകളിൽ തട്ടുകളായി തിരിച്ച് ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ വിളകൾ കൃഷി ചെയ്യുന്നു. നെല്ല്, പയറുവർഗ്ഗങ്ങൾ, ഉരുളക്കിഴങ്ങ് എന്നിവ മഴക്കാലത്തും ഗോതമ്പ്, മിതോഷ്ണവർഗ പഴവർഗ്ഗങ്ങൾ എന്നിവ വസന്തകാലത്തും ഇവിടെ കൃഷി ചെയ്യുന്നു. കിഴക്കൻ ഹിമാലയത്തിൻ്റെ പർവ്വതച്ചരിവുകളിലും താഴ്വരകളിലും തേയില കൃഷിയാണ് പ്രധാനം, പ്രത്യേകിച്ച് അസം, ഡാർജിലിംഗ് മേഖലകളിൽ. നെക്സ്റ്റ് ടോപ്പിക് ആനിമൽ റിയറിംഗ്. മൃഗപരിപാലനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ആനിമൽ റിയറിംഗ് ഈസ് ദ മെയിൻ occupation of those living in the Himalayan mountains, goat and cattle and kept in the valleys. Whereas sheep and horse are reared in the mountain slopes. Gujar are the shepherd tribes who live in the mountain meadows of the western Himalayas. മൃഗപരിപാലനം. ഹിമാലയ ജനതയുടെ പ്രധാന ഉപജീവന മാർഗമാണ് മൃഗപരിപാലനം. താഴ്വരകളിൽ ആട്, പശു തുടങ്ങിയവ വളർത്തുന്നു. ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളിൽ ചെമ്മരിയാട്, കുതിര എന്നിവ കാണപ്പെടുന്നു. പടിഞ്ഞാറ് ഹിമാലയത്തിൻ്റെ മൃഗപരിപാലനം നടത്തുന്ന ഇടയ ജനവിഭാഗത്തെ ഗുജ്ജർ എന്നാണ് വിളിക്കുന്നത്. ഗുജാർസ് ആർ ദ ഷിപ്പേർഡ് ട്രൈബ്സ് ഹു ലൈവ് ഇൻ ദ മൗണ്ടൻസ് മീഡോസ് ഓഫ് ദ വെസ്റ്റേൺ ഹിമാലയാസ്. പടിഞ്ഞാറ് ഹിമാലയത്തിൽ മൃഗപരിപാലനം നടത്തുന്ന ഇടയ ജനവിഭാഗത്തെ ഗുജ്ജർ എന്നാണ് വിളിക്കാറ്. നെക്സ്റ്റ് ടോപ്പിക് Himalayan tourism. The entire Himalayan region has become a zone with high economic potential for tourism. Travels associated with the pilgrimage were what initiated the development of the tourism in this region. There are several pilgrim centers in the region such as Kailas, Manasarovar, Amarnath and Hemakund Sahib. These places have been attractive travelers for centuries. The resort towns such as Shimla, Darjeeling, Shillong, Almora, Ranikhet, Mussoorie and Nainital are the important tourist centers. The third stage of modern tourism development began in the Himalayan regions after conquest of Mount Everest's Sherpa Tenzing Norgay and Edmond Hillary on the 29 May 1953. The adventure tourism sector, the promoting mountaineering, paragliding, skiing, etc., have developed significantly in the region.
ഹിമാലയ ടൂറിസത്തെ കുറിച്ചാണ് അവസാനമായിട്ട് ഈ ചാപ്റ്ററിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഭൂസവിശേഷതകൾ അനുകൂലമായതിനാൽ ഹിമാലയ പ്രദേശങ്ങൾ വിനോദസഞ്ചാരത്തിന് ഏറെ സാധ്യതയുള്ള ഒരു വരുമാനദായക മേഖലയാണ്. തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട യാത്രകളാണ് ഈ മേഖലകളിലെ ടൂറിസം വികസനത്തിന് തുടക്കമിടുന്നത്. കൈലാസം, മാനസരോവരം, അമർനാഥ്, ഹേമകുണ്ട് സാഹിബ് തുടങ്ങിയ നിരവധി തീർത്ഥാടന കേന്ദ്രങ്ങൾ ഹിമാലയ പർവ്വതഭാഗങ്ങളിലുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇവിടെ സഞ്ചാരികൾ എത്തിയിരുന്നു. ഷിംല, ഡാർജിലിംഗ്, ഷില്ലോങ്, അൽമോറ, റാണിഖേറ്റ്, മുസോറി, നൈനിത്താൽ തുടങ്ങിയ റിസോർട്ട് പട്ടണങ്ങൾ ഇന്നും പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ്. 1953 മെയ് 29 ഷെർപ്പ ടെൻസിംഗ് നോർഗയും എഡ്മണ്ട് ഹിലാരിയും എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയതിനു ശേഷമാണ് ടൂറിസം വികസനത്തിൻ്റെ മൂന്നാം ഘട്ടമായ ആധുനിക ടൂറിസം ഹിമാലയത്തിൽ തുടക്കമിടുന്നത്. ഇന്ന് പർവ്വതാരോഹണം, പാരാഗ്ലൈഡിംഗ്, സ്കീയിങ് തുടങ്ങിയ സാഹസിക വിനോദസഞ്ചാര മേഖലയും ഏറെ വികസിച്ചു വന്നിട്ടുണ്ട്. ഹിമാലയം കീഴടക്കിയ ടെൻസിംഗ് നോർഗയുടെ ഒരു കോട്സോട് കൂടി ഈ പാഠഭാഗം ഇവിടെ അവസാനിക്കുന്നു. മൗണ്ടൻസ് ആർ നോട്ട് ഹിൻഡ്രൻസസ്, ദർ ആർ ഡോർസ് ടു ദ ഔട്ടർ വേൾഡ്. പർവ്വതങ്ങൾ പ്രതിബന്ധങ്ങളല്ല, മറിച്ച് പുറംലോകത്തിലേക്കുള്ള കവാടങ്ങളാണ്. 9th സ്റ്റാൻഡേർഡ് ഫസ്റ്റ് ചാപ്റ്റർ ഓൺ ദ റൂഫ് ഓഫ് ദ വേൾഡ്, ലോകത്തിന് നെറുകയിൽ എന്ന പാഠഭാഗം ഇവിടെ പര്യവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ ഇൻ ദ എക്സ്പാൻസീവ് പ്ലെയിൻ, വിശാല സമതലഭൂവിൽ എന്ന പാഠഭാഗം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിനു മുമ്പായിട്ട് ഒന്നാമത്തെ ചാപ്റ്റർ നിങ്ങൾ വീണ്ടും കണ്ടതിന് ശേഷം പഠിച്ച് പരീക്ഷയ്ക്ക് തയ്യാറാവുക. ക്വാർട്ടർലി എക്സാമിനേഷൻ നമുക്ക് 3 ചാപ്റ്റേഴ്സാണ് ആവശ്യമായിട്ട് വരിക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. താങ്ക് യു ആൾ.